അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 18 കഴിഞ്ഞവർക്കുള്ള 18 കാര്യങ്ങൾ. വീഡിയോ കുറച്ച് ലെങ്തി ആവും എന്ന് ഭയന്നിട്ട് ഒന്ന് ഓടിച്ചു പോവുക മാത്രമാണ് ചെയ്യുന്നത്. ഒന്നാമത്തത്, ഒരു ലൈഫ് ഗോൾ ഉണ്ടായിരിക്കണം. ആ ഗോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാനുള്ള പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ഓരോ സമയത്ത് ഓരോ ഗോളുകളുണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾ കുറച്ച് സമയം കഴിഞ്ഞ് മാറിയേക്കാം. വളരെ ചെറുപ്പത്തിൽ നമ്മൾ ചിലപ്പോൾ ഒരു ബസ് കണ്ടക്ടറെ കാണുമ്പോൾ ഒരു കണ്ടക്ടറെ പോലെ ആവണമെന്നോ അല്ലെങ്കിൽ ഒരു ഡ്രൈവറെ പോലെ ആവണമെന്നോ ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അതൊക്കെ വെറും ആഗ്രഹങ്ങൾ മാത്രമാണ്. അത് നമ്മുടെ 10ാം ക്ലാസ്സിലെത്തുന്ന സമയത്ത് നമ്മുടെ ലൈഫ് ഗോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗോള് മാറ്റം വന്നിട്ടുണ്ടാവും. +2 കഴിഞ്ഞപ്പോൾ വീണ്ടും മാറിയിട്ടുണ്ടാകും. ഇപ്പോൾ സെറ്റ് ചെയ്യുന്ന ഗോളും ഒരു പക്ഷേ ആ ഗോള് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഗോള് സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യാനുള്ള മാർഗത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വരുന്ന തടസ്സങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ പ്രേമം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഈ പ്രായത്തിനനുസരിച്ച് ചിലപ്പോൾ ഓപ്പോസിറ്റ് സെക്സിൽപ്പെട്ട ആൾക്കാരോട് നമുക്കൊരു അട്രാക്ഷൻ തോന്നാം. പക്ഷേ ആ എല്ലാ ആൾക്കാരും നമ്മുടെ ലൈഫിലേക്ക് ലൈഫ് ടൈം കൂടെ ഒരു പാർട്ട്ണറായി കൂട്ടാൻ പറ്റിയ ആളായിക്കൊള്ളുന്നില്ല. അപ്പം അതുകൊണ്ട് പരമാവധി നമ്മൾ അത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിഹാരം. താല്പര്യമില്ല എന്ന് പറയാം, ആരെങ്കിലും അതിലേക്ക് ക്ഷണിച്ചാൽ തന്നെ അത് നമ്മളെ ലൈഫിലെ ഗോളിലേക്കുള്ള നമ്മുടെ വഴിയിൽ വലിയ തടസ്സം സൃഷ്ടിക്കുന്നതാണ്. നമ്മുടെ മൈൻഡൊക്കെ മാറിപ്പോകും. അപ്പോൾ രണ്ടാമത്തത് പ്രേമം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇനി അഥവാ ഒരാൾക്ക് പ്രേമിച്ചേ അടങ്ങൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ വൈബിനോട് മാച്ചാകുന്ന ഒരാളെ നമ്മുടെ സമൂഹം നിശ്ചയിക്കുന്ന ചില പരിധികളൊക്കെ ഉണ്ട്. ഇന്നയാൾക്ക് ഇന്ന വൈഫ് അല്ലെങ്കിൽ ഇന്ന മതത്തിൽപ്പെട്ട ആളായതുകൊണ്ട് എന്ത്. അപ്പം അതിന് നമ്മുടെ കുടുംബവും കൂടെ അതിനോട് യോജിക്കുന്ന ഒരാളെ മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അത് പ്രേമത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല. കാരണം നമ്മൾ ലൈഫിലേക്ക് കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയൊക്കെ ഒരു സപ്പോർട്ട് കൂടിയാകുമ്പോൾ മാത്രമാണ് നമുക്ക് ലൈഫിൽ ലോങ് അതൊരു സമാധാനത്തിലാവുകയുള്ളൂ. അത് ഇടയിൽ ഉണർത്തിയ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ എന്തെങ്കിലും അഡിക്ഷനിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ബാഡ് ഹാബിറ്റുകളുണ്ടാവാം. ചിലർ മൊബൈൽ അഡിക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ മൊബൈൽ ഗെയിം കൂടുതൽ കളിക്കുന്ന ഒരു അഡിക്ഷൻ ആവാം, അല്ലെങ്കിൽ ഫോൺ അഡിക്ഷൻ ആവാം, അല്ലെങ്കിൽ വ്യത്യസ്ത ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാവാം. ഏത് അഡിക്ഷൻസും നമ്മൾ കൗൺസിലിംഗ് മുഖേന അതിൻ്റെ ആളുകളുമായി ബന്ധപ്പെട്ട് അത്തരം അഡിക്ഷനുകൾ എന്തെങ്കിലും നമ്മളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിന് പരിഹാരം കാണേണ്ടിയിരിക്കുന്നു. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം മണി ബഡ്ജറ്റിംഗ് സ്കില്ല് എന്നാണ്. മണി ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ പണം നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിരിക്കും. ജോലി ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ കിട്ടാനായിട്ടുണ്ടാവാം. എങ്കിൽ കൂടി അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. അത് പുസ്തകങ്ങൾ വായിച്ചിട്ട് പഠിക്കാം, അല്ലെങ്കിൽ വീഡിയോസുകൾ കണ്ട് പഠിക്കാം. അതിൻ്റെ പ്രഗത്ഭരായ ആളുകളിൽ നിന്ന് അത്തരം കാര്യങ്ങൾ പഠിക്കണം. ലോണ് എന്താണ്, അല്ലെങ്കിൽ ലോൺ എടുത്താൽ എന്തൊക്കെയാണ് നഷ്ടങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വരുമാനം എങ്ങനെ ഉണ്ടാക്കാം, വരുമാനം എങ്ങനെയാണത് നമ്മുടെ കയ്യിലുള്ള പണം ചെലവഴിക്കേണ്ടത്, ഇതൊക്കെ മണി ബഡ്ജറ്റിംഗ് സ്കില്ലാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് നേടിയെടുക്കണം. ഇല്ലെങ്കിൽ പണം ഇല്ലാത്തവനൊരു വിലയുണ്ടാവില്ല. അത് മാനേജ് ചെയ്യാനുള്ള കഴിവ് കൂടി നേടിയെടുക്കുമ്പോഴാണ് ഒരാൾക്ക് പരിപൂർണമായും ഈ ഫിനാൻഷ്യൽ സക്സസ് നേടാനാവുക. അഞ്ചാമത്തെ കാര്യം ഡ്രസ് സെൻസ് എന്നുള്ളതാണ്. ഡ്രസ്സ് നന്നായി ധരിക്കുക, വസ്ത്രം നന്നായി ധരിക്കുക. ഇമാം ഷാഫിഈ പറഞ്ഞിട്ടുണ്ട്, മൻ നളുഫ സൗബുഹു ഖല്ല ഹമ്മുഹു വമൻ ത്വാബ റീഹുഹു സാദ അഖ്ലുഹു. ഒരാൾ നന്നായി വസ്ത്രം ധരിച്ചാൽ അവൻ്റെ ടെൻഷൻ പരമാവധി കുറയുന്നതാണ്. ഖല്ല ഹമ്മുഹു, ടെൻഷൻ ഉണ്ടാവില്ല, ടെൻഷൻ കുറഞ്ഞു പോകും. ഒരാളുടെ സ്മെല്ല് നന്നാക്കി നല്ല സുഗന്ധം ഉപയോഗിച്ചു പെർഫ്യൂം ഉപയോഗിച്ചാൽ അവൻ്റെ
ബുദ്ധി വികാസത്തിന് അത് കാരണമാകുന്നു ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്. ഡ്രസ് സെൻസ് എന്നുള്ളത് നമ്മുടെ ഒരു പ്രായത്തിനനുസരിച്ച് നമ്മൾ നന്നായി വസ്ത്രം ധരിക്കുക. ഏത് സമയത്തും വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും വസ്ത്രം ധരിക്കുമ്പോൾ അത് മാന്യമായ രീതിയിലുള്ള വസ്ത്രങ്ങളായിരിക്കുക, നന്നായി ധരിക്കുക. ഇസ്തിരിയൊക്കെ ഉപയോഗിച്ച് അയൺ ചെയ്ത ഡ്രസ്സുകളെടുത്ത് ധരിച്ച് പുറത്തിറങ്ങുക. ഡ്രസ് സെൻസ് നമുക്കുണ്ടായിരിക്കും. എന്തെങ്കിലും വസ്ത്രം ധരിച്ച് ഒരു അലങ്കോലപ്പെട്ട കോലത്തിലായിരിക്കരുത് നമ്മൾ പുറത്തിറങ്ങുന്നതും വീട്ടിലാണെങ്കിലും. ആറാമത്തെ കാര്യം പേഴ്സണൽ ഗ്രൂമിംഗ് ആണ്. പേഴ്സണൽ ഗ്രൂമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ താടി, മീശ, നഖം എന്നിത്യാദി കാര്യങ്ങളൊക്കെ മറ്റുള്ള ശരീരഭാഗങ്ങളിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കി എപ്പോഴും നല്ല വൃത്തിയിൽ ആയി നടക്കുക എന്നുള്ള പേഴ്സണൽ ഗ്രൂമിങ് നന്നായി ശ്രദ്ധിക്കണം. അത് നമ്മുടെ വ്യക്തിത്വം മറ്റൊരാൾ അളക്കുന്ന അളവുകോലാണ് നമ്മുടെ പേഴ്സണൽ ഗ്രൂമിങ്ങും ഡ്രസ് സെൻസും ഒക്കെയുള്ള കാര്യങ്ങൾ. ഏഴാമത്തെ കാര്യം വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഹെൽത്ത് നിലനിൽക്കാൻ വ്യായാമം ആവശ്യമാണ്. അപ്പോൾ അത് ചെറുപ്രായത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര വയസ്സ് ജീവിക്കുന്നു അത്രയും നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ കഴിയും. വ്യായാമം ചെയ്യുന്നവരും ചെയ്യാത്തവരും തമ്മിലുള്ള ആയുസ്സിലുള്ള വ്യത്യാസങ്ങളൊക്കെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. 10 വർഷം ഈ എക്സ്ട്രാ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ജീവിക്കുന്ന കാലം നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വ്യായാമം പതിവാക്കുക. അത് ചെറുപ്രായത്തിൽ തന്നെ ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ, രാവിലെ മോർണിംഗ് വാക്കോ ഒക്കെ ആവാം, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നവർക്ക് അങ്ങനെ പോകാം. അത് ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ വ്യായാമം ചെയ്ത് അതൊരു ശീലം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എട്ടാമത്തെ കാര്യം നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. നോ പറയുക എന്ന് പറഞ്ഞാൽ നമ്മളെ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് നമ്മളെ ഫ്രണ്ട്സ് വിളിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ നമ്മളിവിടെ പഠിക്കാനിരിക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടുന്ന സമയത്ത് ഇവിടെ ഒരു ട്രിപ്പ് പോകാമെന്ന് പറയുമ്പോൾ നമുക്കത് പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം. നോ പറയാൻ ചില രീതികളുണ്ട്, ആ രീതികൾക്കനുസരിച്ചാണ് നോ പറയേണ്ടത്. അതാണ് എട്ടാമത്തെ കാര്യം. 9ാമത്തെ കാര്യം നമുക്ക് ഡ്രൈവിങ്, അത് 2 വീലർ ആണെങ്കിലും 4 വീലർ ആണെങ്കിലും ഡ്രൈവിങ് പഠിക്കുകയും അതിൻ്റെ ലൈസൻസ് നമ്മൾ കൈവശപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഡ്രൈവിംഗ് അറിയാത്ത ആൾക്കാർ കുറച്ച് കഴിഞ്ഞാൽ അത് പ്രയാസപ്പെടും. അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കാൻ ഈ ഒരു പ്രായത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. 10ാമത്തെ കാര്യം ഡ്രൈവിംഗ് പോലെ തന്നെ സ്വിമ്മിങ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. നീന്താൻ പഠിച്ചിരിക്കുക, അത് ഈ പ്രായത്തിൽ പഠിക്കുക. ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ അതിനുള്ള വ്യത്യസ്ത ട്രെയിനിങ് അവസരങ്ങളൊക്കെ ഉണ്ടാവും, അത് തേടി പിടിച്ചിട്ട് സ്വിമ്മിങ് പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. 11ാമത്തെ കാര്യം പെരുമാറ്റം രീതികൾ പഠിക്കുക എന്നുള്ളതാണ്. ബിഹേവിയറൽ സ്കില്ല്, അത് നമ്മൾ മുതിർന്ന ആൾക്കാരോട് പെരുമാറുന്നത്, മാതാപിതാക്കളോട് പെരുമാറുന്നത്, അതേപോലെ കൊച്ചു കുട്ടികളോട് പെരുമാറുന്നത്, ഇതിനൊരു ഓരോരുത്തരോട് പെരുമാറുന്നതിനും ഒരു ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനം കൊടുക്കുക, ദയ കാണിക്കേണ്ടവരോട് ദയ കാണിക്കുക, ഇങ്ങനെയുള്ള ഒരു പെരുമാറ്റ രീതികൾ നമ്മൾ നന്നായി പഠിച്ചെടുക്കണം. 12ാമത്തെ കാര്യം പബ്ലിക് സ്പീക്കിങ്ങും കമ്മ്യൂണിക്കേഷൻ സ്കില്ലുമാണ്. നമ്മൾ ഒരു 4 ആൾ കൂടുന്നിടത്ത് 4 വാക്ക് പറയാൻ നമുക്ക് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അതിന് വ്യത്യസ്ത ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തിട്ടോ മറ്റോ ഒക്കെ അതിനുള്ള പരിശീലനങ്ങൾ നമ്മൾ ചെറുപ്രായത്തിൽ നേടിയെടുക്കേണ്ടതുണ്ട്. അതേപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ആളുകളോട് സംസാരിക്കുന്ന രീതികളൊക്കെ നല്ല രീതിയിലായിരിക്കാനുള്ള ആവശ്യമായ സ്കില്ല് നേടിയെടുക്കേണ്ടതുണ്ട്. 13ാമത്തേത് നമുക്കൊരു ടൈം മാനേജ്മെൻറ്റ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെയുള്ള നമ്മുടെ സമയങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടുന്നതിന് ഒരു ടു ഡു ലിസ്റ്റ് നമ്മളെ കയ്യിലുണ്ടായിരിക്കുക. അത് മൊബൈൽ ആപ്പുകളൊക്കെ, വ്യത്യസ്ത മൊബൈൽ ആപ്പുകളുണ്ട്, അത് ഉപയോഗപ്പെടുത്തിയിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. 14ാമത്തെ കാര്യം നമ്മളെ പഠനം തുടർന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഔദ്യോഗിക പഠനം അവസാനിച്ചാലും വായനയിലൂടെയും വിജ്ഞാനപ്രദമായ വീഡിയോ ഓഡിയോകൾ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും നമ്മുടെ പഠനം തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം പഠിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആളുകൾക്ക് നമ്മൾ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി വന്നാലും നമുക്കതൊരു എനർജി ആയിരിക്കും. അപ്പോൾ വായിക്കുക, നല്ല വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ പഠിക്കുക എന്നാണ് 14ാമത്തെ കാര്യം. 15ാമത്തെ കാര്യം നമുക്ക് സോഷ്യൽ മീഡിയയിൽ പ്രസൻ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്ക് വാട്സപ്പിൽ അക്കൗണ്ട് വേണം,
ഫേസ്ബുക്ക് അക്കൗണ്ട് വേണം, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വേണം. ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് നമ്മുടേതായ ഒരു ഇടം അക്കൗണ്ട് ഉണ്ടായിരിക്കണം. എന്നാൽ 16ാമത്തത് റെഗുലേറ്റ് യുവർ സോഷ്യൽ മീഡിയ ടൈം എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയം നമ്മൾ ക്രമീകരിക്കണം, അത് കുറക്കണം. 24 മണിക്കൂർ എന്ന് പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കാൻ പാടില്ല. വളരെ ഒരു സമയക്രമം പാലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇത്ര സമയമാണ് എനിക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനുള്ള സമയം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ടൈം മാനേജ്മെൻറ്റിൽ അത് നമ്മളെ ടൈം ഉണ്ടായിരിക്കണം. 17ാമത്തത് നമ്മൾ മറ്റു ഭാഷകൾ പഠിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. നമ്മൾ മലയാളം മാത്രം സംസാരിക്കുന്നവരും മനസ്സിലാകുന്നവരും ആവാതെ ഇംഗ്ലീഷ്, ഗൾഫ്, അറബിക്ക്, അതേപോലെ ഹിന്ദി, ഉറുദു ഇങ്ങനെയുള്ള ഭാഷകളിൽ നമ്മൾ പ്രാവീണ്യം നേടുക, നൈപുണ്യം നേടുക എന്നുള്ളതാണ്. 18ാമത്തത് ലാസ്റ്റ് നമ്മൾ ക്ലോസ് ടു ക്രിയേറ്റർ, അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിലേക്ക് അവൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് കൊണ്ട് പരമാവധി സമയത്തിന് പ്രാർത്ഥനകൾ നിർവഹിച്ച്, നിസ്കാരങ്ങൾ നിർവഹിച്ച്, അത് തന്നെ ജമാഅത്തായി നിർവഹിച്ച്, ഇങ്ങനെയുള്ള മതപരമായ ഓരോ മതത്തിനും അവരുടേതനുസരിച്ചുള്ള പ്രാർത്ഥനകൾ നിർവഹിച്ചു കൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് അല്ലെങ്കിൽ സൃഷ്ടാവിലേക്ക് കൂടുതൽ അടുക്കുക. എന്നാൽ നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഹാബിറ്റുകളായി മാറുമ്പോൾ, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം കൂടുതൽ ഉന്നത നിലവാരത്തിലുള്ളതാവുക മാത്രമല്ല, നമ്മുടെ ഗോളുകളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാനും സാധിക്കും. അങ്ങനെ എല്ലാത്തിനും സൃഷ്ടാവിൻ്റെ സഹായമുണ്ടാകട്ടെ.